നേരെ ചൂടുവെള്ളം തിളപ്പിക്കാൻ. അയ്യോ തിളപ്പിച്ചിട്ട് കുളിക്കാൻ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇസുട്ടാ സ്വാഗതം പറഞ്ഞതാ. ഹായ് ഗൈസ്, വെൽക്കം വെൽക്കം. ഞങ്ങൾ ഇന്ന് എന്നാ ചെയ്യാൻ പോന്നേ? എന്താ ചെയ്യാൻ പോന്നേ? ലോബ്സ്റ്റർ ഉണ്ടാക്കാൻ പോവാ. ലോബ്സ്റ്റർ ഉണ്ടാക്കാൻ പോവാ. എവിടെയാ ലോബ്സ്റ്റർ കാണിച്ചേ? ലോബ്സ്റ്ററിനെ കാണാൻ റിമോട്ട് കണ്ടോ ലോബ്സ്റ്ററിനെ? ഞാൻ ബാക്ക് ക്യാം കാണിച്ചു തരാം. അപ്പൊ കടിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ലോബ്സ്റ്റർ, ജീവനുള്ള ലോബ്സ്റ്റർ ലൈവ്. അച്ഛൻ വേണ്ട, കൊച്ചേ കൊച്ചേ ഇറുക്കും. എന്താ അസുഖമുള്ള ലോബ്സ്റ്റർ? വികലാംഗനാണ് കാല്. റിഫ്ലക്സ് കുറവാട്ടോ. എടാ മറ്റേനെ പോക്ക്. അവനാണെങ്കി അവനെ എടുക്കുമ്പോ തന്നെ അവൻ ഇതെല്ലാം ഭയങ്കര ഇതായിരുന്നു, വില്ലനായിരുന്നു. മറ്റേത് വേണ്ട കേട്ടാ, വേണ്ട. അവൻ വില്ലനാ, അവൻ വില്ലനാ. അല്ല, അവൻ വില്ലനാ. അവന് ഞങ്ങൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവൻ ഇതാക്കണ്ടായിരുന്നു, കൈയും കാലും ഒക്കെ പൊക്കി ചെയ്യണ്ടായിരുന്നു. ഞാൻ പേടിച്ചു ഒരു നിമിഷം, എന്റെ മേത്തോട്ട് അത് വീണു. ഇതിന്റെ കൈ അഴിഞ്ഞിരിക്കുക. അതാ ഞാൻ പറഞ്ഞു ഇതിന്റെ കൈ അഴിഞ്ഞടക്കുവന്ന്. അച്ചാച്ചന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ അല്ല മറ്റേ പേപ്പർ കൊച്ചേ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്തെ ഇതിന്റെ വാലൊക്കെ ഉണ്ടായിരുന്നു. കണക്ക് ഉണ്ടേ റിഫ്ലക്സ് ഇതൊക്കെ എന്താ ഇതെന്നാണ് സുട്ടാ? സുട്ട കാണിച്ചു കൊടുക്ക്. ഹായ് ഗൈസ്, ഇത് ലോബ്സ്റ്റർ. ഹായ് ഗൈസ്, ലോബ്സ്റ്റർ. കിട്ടിയാ കിട്ടിയത് അത് പിടിച്ചാ കിടത്തില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് എന്ന് പറഞ്ഞാല് ഇതിനെ നമ്മള് കറിയാക്കി വായിൽ വെക്കാൻ പോവാ. കറിയാക്കി കഴിക്കാൻ പോവാ. കറിയല്ല, നമ്മൾ ലോബ്സ്റ്റർ എങ്ങനെയാണോ വെക്കുന്നത് അങ്ങനെ തന്നെ ആക്കി കഴിക്കാൻ പോവാണ്. നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്നും ആക്കുന്നില്ല. മോന് എന്ത് കട്ട് ചെയ്ത് കളിക്കുന്നത്? ചുമ്മാ കത്രി എടുത്തിട്ട് അതിന്റെ അത് ഇനി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? മോനിന് ചുമ്മാ ഇങ്ങനെ കൊറേ കയ്യും കാലും ഒക്കെ കണ്ടിട്ട് കട്ട് ചെയ്യാൻ തോന്നും, തൊരയാൻ തോന്നും. അതിനകത്തൊക്കെ പിടിച്ചാൽ സുട്ടി കാണണം. കാണു കട്ട് ചെയ്തെടുത്തുനിന്ന് എന്താ വെള്ളം വരണ്ടല്ലോ. അതൊക്കെ നമ്മള് കടിച്ചുറിഞ്ഞ് തിന്നുന്നതാണോ? അതൊന്നും തിന്നില്ലായിരിക്കും, അതൊക്കെ കളയുന്ന. ഇതിന്റെ ഇത്രയാണ് ഫ്ലഷ് മര്യാദക്കുള്ളത്, ഈ വാല് ഇവിടെ വരെ. ഗൈസ്, ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഇതിനെ കുറിച്ചിട്ട്? ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലാന്ന്. ഇതില് ഫ്ലഷ് ഉണ്ട് ഇവിടെയൊക്കെ. കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? സൂട്ടൻ എക്സ്പ്ലെയിൻ ചെയ്, പറഞ്ഞു കൊടുക്ക. നമുക്കിത് ടബിലിട്ടാലോ? സൂട്ടൻ പറഞ്ഞു കൊടുക്ക. അത് എന്നാ നമ്മൾ ചെയ്യാൻ പോന്നെന്ന് പറഞ്ഞു കൊടുക്കും. വെള്ളം നിറച്ചു കൊടുക്കട്ടെ, ഇത് നീന്തോ. ഒന്ന് പോയാ മതി. എന്തിനാ നമ്മളിപ്പോ വെള്ളത്തിൽ തന്നെ പിടിച്ചോണ്ട് വന്നത്? ഇനി എന്തിനു വെള്ളത്തിൽ ഇടുന്നേ? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ജീവനോടെ ഇതാക്കണം. അതോ പുഴുങ്ങിട്ടാണോ ആക്കുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടോ? രണ്ട് കട്ട് ചെയ്യുന്ന രണ്ട് കട്ട് ചെയ്യുമല്ലോ. അല്ല ശരിയാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് കുക്ക് ചെയ്യുമ്പോഴും ആ കാലം അങ്ങനെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്? അല്ല, അതിനെ ക്ലീൻ ചെയ്യണ്ടേ? ഓക്കെ, കുക്ക് പുഴുങ്ങി കഴിഞ്ഞിട്ടാ ക്ലീൻ ചെയ്യുന്നത്. മസാല ബട്ടറും ഇതെല്ലാം വെച്ചിട്ട് അതിന്റെ അടിയിലേക്ക് ഗ്രില്ല് ചെയ്യണം. ഡെറിൻ ഷെഫിനെല്ലാം അറിയാം. ഇസൂട്ടൻ പറഞ്ഞു കൊടുക്ക. അപ്പൊ പറഞ്ഞു തന്ന റെസിപ്പി ഇസൂട്ടൻ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ ചെയ്യാൻ പോന്നെ? നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? അത് കാലയിൽ ഇട്ടിട്ടോ. എന്താ ചെയ്യാൻ പോന്നെ ഇസൂട്ടൻ?
അപ്പൊ എന്നാടാ ചെയ്യാൻ പോന്നെ? അപ്പൊ അതിന് എന്നാ ചെയ്യാൻ പോന്നെ? പേടിയാ ഇതിനെയാ? ചാച്ചത്തെ തൊടിപ്പിക്കാം. ഒന്നും ചെയ്യത്തില്ല. ചാച്ചത്തെ പിടിച്ചോണ്ടില്ലയോ? ഇനി ഇത് പേടിക്കാനൊന്നുമില്ലല്ലോ. ഇത് പാവേ പാവര്. അയ്യോ ചാച്ചത്തെ തൊട്ട് ഉണ്ടോ? ഉണ്ടോ? അധികം ചാച്ചാച്ച തൊടണ്ടോ? ചാച്ചാച്ചയുടെ വിരലും എടുത്തോണ്ട് പോകും. കേട്ടോ? തൊട്ട് പോയിക്കോ. ചാച്ചയുടെ കൈ പിടിച്ചോ. ചാച്ചത്തെ തൊടിപ്പിക്കാം. ഒന്നും പേടിക്കണ്ട. ഇത് വേണ്ട 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 വേണ്ട, കൊച്ചിന് വേണ്ട. കൊച്ചു ദൂരെ ഒന്നും കണ്ടോളാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത ഞാൻ കഴിക്കാൻ വരാം. നിങ്ങൾ എനിക്ക് ഇതിനെ കൊല്ലുന്നതാണെന്ന് എനിക്ക് സങ്കടം. അയ്യോ, ഇതിനെ കൊല്ലുന്ന കാണുമ്പോ എനിക്ക് സങ്കടം. ഞാൻ കഴിക്കാൻ വരാന്ന്. അത് വരെ പറ്റത്തില്ല കേട്ടോ. ഇത് വാങ്ങിച്ചാൽ മാത്രം പോലെ, ഇതിന്റെ എല്ലാ കാര്യത്തിനും കൂടെ വയ്ക്കണം. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത പ്രോസസ്സിൽ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഞാൻ ഇതിന്റെ അടുത്ത പ്രോസസ് അടുത്തതിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ സുട്ട, ബൈ പറഞ്ഞു. അടുത്തത് പിന്നെ കാണിച്ചു തരാന്ന് പറ. ഓക്കെ, ചായനെന്താ കുഴപ്പം? ആ തീ ഓഫ് ചെയ്ത് പോയി. ആ ഡൂബിനെ മാറ്റി നിർത്തിക്കോട്ടോ. അതാ പാലിട്ട് അടിച്ചുണ്ടായിരുന്നു. അയ്യോ, അത് വീഴൂടെ, അത് വീഴും. ശത്രുക്കൾ. ഇതെന്നാ കല്ലുപ്പോ? അത്ര ഉപ്പൊക്കെ ഇടുവോ? മോന് വെതറുവാണ്. മോനല്ലേ മോന് അടപ്പുറത്ത് മാറ്റി അവിടെ വെച്ച. ഓക്കെ, ഡൺ. ഒരു നാരങ്ങ. മോന് എന്താ ചെയ്യുന്നേ? ഈ നാരങ്ങ തന്നെ വേണോ ഇതിന്? പച്ച നാരങ്ങ പറ്റൂല? അതെന്താ? അതെനിക്കറിയില്ല. റെസിപ്പിയിൽ അങ്ങനെയല്ലേ പറഞ്ഞേ. ഇതിപ്പോ ഇടുവോ? ഇതെന്തിനാ? അതിനെന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളുണ്ടോ? അത് ഇപ്പൊ ഒരു ശൃംഗാര കാണിക്കാം. ഹലോ ഗൈസ്, നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മൾ പ്ലാൻ ബി പിടിച്ചു. വേണ്ടാന്ന് വെച്ചു. കാര്യം റെസിപ്പി നോക്കിയപ്പോ ഒരു 100 സീസണിങ് സാധനങ്ങൾ. എന്തൊക്കെയാ മോനു? മോനു വല്ലതിന്റെ പേര് ഓർമ്മയുണ്ടോ? ഇവിടെ കൊറേ സാധനങ്ങളുണ്ട്. അല്ലാത്ത കൊറേ ഞാൻ കേൾക്കാത്ത ഏതാന്ന് പോലും മനസ്സിലാവില്ല. എന്തൊക്കെയോ സീസണിങ്. പിന്നെ ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വായി വെക്കാൻ കൊള്ളാണ്ട് വല്ലതും ആയാലോ എന്നുള്ള പേടിയിൽ. മോനും എന്താണേലും കഴിക്കാൻ റെഡി ആണ്. വേണ്ട കിടക്കുന്നു. പക്ഷേ ചാച്ചനൊക്കെ ഇഷ്ടപ്പെടുവോ എന്നുള്ള ഡൗട്ടിൽ. എനിക്ക് ഇച്ചിരി എരിയൊക്കെ വേണമെന്ന്. ഈ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോ കഴിക്കാറുള്ള മറ്റേ സ്റ്റേക്ക് അതുപോലെ തന്നെ അതിനേക്കാൾ കിടില സാധനം ഞാൻ കഴിച്ചിട്ടുള്ള. ഏത് രീതിയില്? അതിന് ആ സീസണിങ് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ സാധനം ഉണ്ടാക്കണം. ഞങ്ങൾ മറ്റേ ഷ്രിമ്പില് ട്രൈ ചെയ്തതാണ്. അതിനുള്ള മസാല മോന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല സാധനമായിരുന്നു. ടൈഗർ ഷ്രിമ്പ് എടുത്ത് നമുക്ക് അതുണ്ടാക്കാം. അതിനൊക്കെ ഭയങ്കര. ഇത് ആ ലോബ്സ്റ്ററിനെ എടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് ഇടാനായിട്ട് തണുത്ത വെള്ളം ഐസ് ക്യൂബ് ഇട്ടിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. മോനെ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് ഇത് ചെയ്യണ്ടേ. അതെന്തായിരുന്നേ? ഇഞ്ചിയും വെളുത്തുള്ളി എന്തായിരുന്നു? ചതയ്ക്കണോ? ഇതൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാ. ഇത് ഞാൻ ശരിക്കും ഞങ്ങൾ ഇതിനു മുമ്പ് കൊഞ്ചുണ്ടാക്കിയത്. ടൈഗർ ഷ്രിമ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെയിം പരിപാടി ചെയ്യാം. നല്ലതായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിന്റെ ആ കാലെന്തോ ചെയ്യുന്നുള്ള എനിക്ക് മനസ്സിലാവാത്ത. ബട്ടർ നൽകി വെച്ചാൽ കാലെന്തോ ചെയ്യുന്നുള്ളത്. കാലെന്താ അറിയോ? നമുക്ക് കുക്ക് ചെയ്യണേക്കാൾ തന്നെ ഇപ്പൊ ഇത് പൊട്ടിക്കാം. ഫുൾ ഷെല്ല് പൊളിക്കാം. ആ മീറ്റ് ഇതിൽ മുക്കിയിട്ട് സാധാ പോലെ ഇത് ചെയ്യാം. അയ്യോ, ഷെല്ല് ഉണ്ടാവില്ലല്ലേ? ഷെല്ലിന്റെ മേളിൽ വെച്ചിട്ട് ടെയിൽ മാത്രം അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അത് അതില്ലേ നമ്മുടെ ലോബ്സ്റ്റർ അപ്പൊ കുക്ക് ചെയ്യുന്ന സാധനം, അതെടുത്ത് ഇടാനായിട്ട് അമ്മ റെഡിയാക്കി വെച്ചേക്കുന്ന വെള്ളം. എന്നോട് പറഞ്ഞില്ല. ചുമന്ന കളറായി, നല്ല ചുമന്ന കളറായി. നമ്മൾ കൊണ്ടുവന്നപ്പോ ഏതായിരുന്നു? കറുത്തിരിക്കുവായിരുന്നു. നല്ല ഓറഞ്ച് കളർ, ഓറഞ്ച്
ഡാർക്ക് ഓറഞ്ച് കളറായി. കൊള്ളാം കൊള്ളാം, നല്ല ലുക്ക്. ഞാൻ മസാല വരട്ടിച്ചെടുത്താണ്. പിന്നെ പിന്നെ എന്തിനു മോനു കള്ളത്തരം പറയുന്നു? ആരാന്ന് വെച്ചാൽ അതിന്റെ ഇറച്ചിയൊക്കെ എടുത്താട്ടെ. ഇറച്ചി എടുക്കാനായിട്ട് ഇറച്ചി എടുക്കാനേ നീ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നടുക്ക് വെച്ചിട്ട്. അപ്പൊ ഈ തലയെല്ലാം ഒന്നും ഇല്ല വെച്ചിട്ട് അത് കട്ട് അതൊന്നും എനിക്കറിയില്ല. തലയുടെ ഞാൻ പറയട്ടെ ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവും. ഈ തല എടുക്കാം, തല കളയണ്ട. എന്താ പറഞ്ഞേ? തട്ടിയെടുക്കാനല്ല, തട്ടിയെടുക്കാനോ? ഇവിടെ തട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതിലുള്ളത് എടുക്കുക, ഇതിലെ തട്ട് കൊടുത്തിട്ട് ഇതിലുള്ളത് എടുക്കുക. എന്നാ പിന്നെ അങ്ങ് തട്ടിക്കൂടെ? എനിക്കറിയാൻ പാടില്ല എന്റെ തട്ടപ്പൊന്നും. ഇതും എങ്ങനെയാവുന്ന എനിക്കറിയില്ല, എന്റെ റെസിപ്പി അല്ല ഇത്. ഇതിന് ഓരോരുത്തർ ഇത് കഴിക്കുന്ന കണ്ടിട്ടില്ല, മറ്റേ ASMR വീഡിയോ ഒക്കെ. അതിന്റെ അകത്തൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഒടിച്ചിട്ട് ഈ സാധനം കട്ട് ചെയ്ത് മാംസം പുറത്തെടുക്കാൻ പച്ചക്ക് തിന്നത്. അതാണോ പറയാൻ വന്നേ? എന്നാ പൊട്ടിച്ചിട്ട് ആ പച്ചക്ക് തിന്നുന്നുള്ളത് ഒഴിവാക്കിയിട്ട് അതിന് മുന്നേ വെള്ളമുള്ള ടാസ്ക് ചെയ്യണ്ടോ? അതിപ്പോ ചുമ്മാ പറഞ്ഞ അത് പൊട്ടിച്ച് തന്നെ പച്ചക്ക് തിന്നു പറഞ്ഞു. എനിക്കറിയില്ല എന്റെ സെറ്റപ്പ്. ഞാൻ ഇതൊന്നും ഷെല്ലൊന്നും ഇതെങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ? ചീത്തയായി പോയി കഴിഞ്ഞാലോ? അതൊന്നും സാരമില്ലെന്നേ. അതിന്റെ കാല് വേറെ മേടിക്കാം. ഉണ്ടാവൂലേ? കാലിന്റെ അകത്ത് മാംസം ഉണ്ടാവും ഇല്ലേ? മണം അടിച്ചോ? നാരങ്ങയുടെ ഹായ്. ജ്യൂസോ? അയ്യ, അത് കളയണം. അത് നമ്മള് കൊഞ്ചിനൊക്കെ ക്ലീൻ ചെയ്യുമ്പോ കളയുന്ന ഓർമ്മയില്ല. എല്ലാം കളയല്ലേ? ആ എന്തോ കഴിക്കുന്ന സാധനല്ലേ? പിന്നെ അത് ഫുൾ എന്തോ ഉള്ളു പോലത്തെ സാധനങ്ങളൊക്കെയാണ്. ആണോ? അത്രയും മാറട്ടെ കൊണ്ട് കാണട്ടെ. കണ്ടിട്ടില്ല, ഇതൊക്കെ എന്താണ്? കൊള്ളാം 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 കൊള്ളാം. രസമുണ്ട്. നല്ല സുന്ദരി. അതെ, അടിപൊളിയായിട്ട് പൊളിഞ്ഞു വരണ്ടല്ലോ. പറഞ്ഞപ്പോ തീർന്നു. ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ട് പൊളിഞ്ഞു. അതെ, അതവിടെ തീർന്നു. അത് നിവരുന്നില്ലേ മോനു? അത് നിവരുന്നില്ലേ? കാണാൻ പറ്റൂലേ? കണ്ടോ, ഇങ്ങോട്ടിന്ന് കണ്ടോ? നിസൂട്ടന് മണപ്പിക്കണം. യമ്മി. ഇഷ്ടപ്പെട്ടാ? മണ ഇഷ്ടപ്പെട്ടാ? നീ അമ്മയുടെ മോള് തന്നെ. സീ ഫുഡ് എല്ലാം കഴിച്ചോ കേട്ടോ. അതാ അതിലിടാനുള്ള മസാല. ദേ മോന് മസാല ആക്കി വെച്ചേക്കുന്നു. അല്ല അല്ല, അമ്മ എടുത്തോ. സുട്ട വ്ളോഗ് എടുത്താൽ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് അടുക്കുന്ന കീറ് മോനു ഇവിടുന്ന് കട്ട് ചെയ്യ്. ഗൈസ്, ഞങ്ങൾ ഇതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ, എന്നിട്ട് വരാം. യെസ്, നമ്മൾ അതിനെ 2 പീസാക്കി നടുക്കുന്ന് പൊളന്നു. എന്നിട്ട് നമ്മളെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട്, യുക്തിക്കനുസരിച്ചിട്ട് അങ്ങ് ചെയ്യാം. എന്തായാലും വയറ്റിലോട്ട് പോവും. ഞങ്ങൾക്ക് കുറച്ച് എരിയും പുളിയും ഒക്കെ വേണം. പിന്നെ മെയിൻ സാധനം മണമൊക്കെ കിട്ടി ഇവിടെ കൊതിവുകൊണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ മെയിൻ സാധനം അവർ പറഞ്ഞ ആ സീസണിങ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങ് മേടിച്ചതാ. അതാ തല്ലി പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞേ. നീ തല്ലി പൊട്ടിച്ചു കൊടുക്ക്. മോന് തന്നെ ഇറക്കിയിട്ട് മോന് തോന്നിയായിരിക്കും. മോന് ഇവിടെ പൊട്ടിച്ചു തരും കാല്. മോനും അടുത്ത കഷ്ണം റെഡിയാക്കി. അല്ല, മോന് അടുത്തതിന്റെ വാലിൽ റെഡിയാക്കിക്കോ. മറ്റേ കട്ടിങ് കൂടെ ഇട്. ഫൈനൽ സാധനം ടേസ്റ്റ് ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് ഗൈസ്. നിങ്ങൾ 2 പേരിലും എനിക്ക് വിശ്വാസമുണ്ട്. അതെ, നിങ്ങൾ 2 പേരിലും.
ഇൻസൈഡ് ആ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോരോ ഫുഡ് കിട്ടാൻ വേണ്ടി എന്തും നമ്മൾ കാണിക്കും. ഇതെല്ലാം പ്രോ ഇതൊക്കെ എന്ത് എന്നും ഞങ്ങളുടെ വീട്ടില് ലോബ്സ്റ്റർ. ഞങ്ങൾ ആദ്യത്തെ ഒരു പീസ് ക്ഷമയില്ലാഞ്ഞിട്ട് എല്ലാരും കൂടെ കഴിപ്പിച്ച് പറിക്കാൻ പോവാണ്. ചൂട് കൊച്ചിന് ആരെങ്കിലും വെച്ചിട്ട് എടുത്തു കൊടുത്തേ. അങ്ങനെയുണ്ട് നമ്മുടെ കൊഞ്ചിന്റെ കണക്കാണോ? കണ്ടിട്ട് കഴിക്കാൻ എന്റെ വായിലിരിച്ചിട്ട് വെച്ചൊരു കാര്യമല്ലോ, അല്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെയാണ് കൊഞ്ച്. കൊള്ളാം, നൈസ്. മൈൻഡ് ഇടാൻ മൈൻഡ്. അച്ചാച്ചനെ മറ്റേ നമ്മുടെ സ്റ്റൈലില് റോസ്റ്റ് ഒന്നും അല്ലാത്തോണ്ടേ ഇത് എങ്ങനെ ഉണ്ടാവും, കൊള്ളായിരിക്കോ കൊള്ളത്തില്ലോ, ഡബിൾ മൈൻഡാ. ഞാൻ കഴിക്കട്ടെ. ഓക്കെ ബൈ. ഇത് സുധയുടെ പിസ്സ ഡൂബ് കട്ടോണ്ട് പോയി അതിന്റെ പൈറ്റാണ്. കമ്പി കയറ്റി കമ്പിയുടെ കൈ കയറ്റി പിടിപ്പിക്കണം. ഈ കൈപ്പുറത്ത് പിടിപ്പിക്കേ. നമ്മുടെ ഒരു കയ്യില് ലോബ്സ്റ്റർ ആയോണ്ടേ ഏയ് കൊരങ്ങൻ തൂങ്ങി. കാണാൻ തൂങ്ങി. എന്റെ കാലും തൂക്കാം. നല്ല രസമുണ്ടല്ലോ കാണാൻ. ബട്ടറൊക്കെ വിളിച്ചായിരുന്നു. ലോബ്സ്റ്റർ തോരനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് വെച്ചോ, എന്റെ കയ്യിലിടല്ലേ. അങ്ങോട്ട് വെച്ചോ. ചൂടടി ചാടിപ്പോയാ ഡൂബി എടുത്തോണ്ട് ഓടും കേട്ടോ. ഞാൻ അങ്ങോട്ടേക്കാ എനിക്ക് കത്തിയുടെ. ഒരു
ഹലോ ഗൈസ്. ഹായ് ഗൈസ്. ലോബ്സ്റ്റർ ഫുള്ള് ഇതായിരുന്നു. എന്താ മോന് കുക്ക് ചെയ്യണ്ടോന്ന് അതാ എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. മോന് വരുന്നില്ല ഷെഫ്. കറങ്ങി തിരിഞ്ഞ് മോന്റെ തലയിലെത്തിയല്ലേ. ഇന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി തന്നെയാ. പോർക്കെടുത്ത് പുറത്ത് ഇതല്ല ഷെഫ്. ഈ പാത്രം കണ്ടോ നിങ്ങള്? ഒരു തരി ഇതുപോലും ഇല്ലാതെ ഈ പാത്രം നോക്കിയേ, ചവച്ചരച്ച് തുപ്പി വെച്ചേക്കാണ്. കുഞ്ഞേച്ചി കാണുമ്പോ കുഞ്ഞേച്ചി കൊല്ലും. കുഞ്ചൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. ഫുള്ള് അതിന്റെ സത്ത് നമ്മള് കടിച്ചുറിഞ്ച് എടുക്കണം. മാതാജി പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നാട്ടിലെ പാരമ്പര്യം അല്ലേ. ലോബ്സ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു മോനു? നെക്സ്റ്റ് ടൈം എന്തായിരിക്കും പ്ലാൻ? ഇനി ലോബ്സ്റ്റർ മേടിക്കോ? ലോബ്സ്റ്റർ വന്നിട്ട് ഇതൊന്നും മറ്റേ ജോണി പാപ്പന്റെയോ ആരെ വീട്ടിൽ വന്നിട്ട് ഡ്രസ് മാറക്കണം വിസ്മയത്തുമ്പത്തിലെ കൽപ്പന. ലോബ്സ്റ്റർ മേടിക്കും. ഇനി മേടിയിട്ട് സമ്മറിൽ മേടിച്ചിട്ട് ഗ്രില്ല് ചെയ്യും, ചാർക്കോളിലിട്ടിട്ട്. അത് കിടിലായിരിക്കും. ഇതും കിടിലാണ്. What about you guys? ലോബ്സ്റ്റർ അടിപൊളിയായിരുന്നു. കൊറേ നാളെ കഴിക്കണം എന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും അങ്ങ് നടന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് നടത്തി. ഇനി മേടിക്കോ? ഇനി എനിക്ക് ഒരു ലോബ്സ്റ്റർ ഫുള്ളായിട്ട് വേണം. ഇനി മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലുത് മേടിക്കണം. ഏത് മറ്റേ ആ കിടന്നത്? മറ്റേത് പെരും വലുത്. അവിടെ ഒരു 3 ടൈപ്പ് ലോബ്സ്റ്റർ ഉണ്ട്. ഒരെണ്ണം ഇത് ലോബ്സ്റ്ററിന്റെ ഒരു കടയുണ്ടല്ലോ, ലോബ്സ്റ്ററിന്റെ മാത്രം റെസ്റ്റോറന്റ് ഉണ്ട്, കിച്ചണർ. അതാ കടയുടെ പേരാ റെഡ് ലോബ്സ്റ്റർ. ഇത് ഇപ്പൊ നമ്മള് മേടിച്ചൊരു സെറ്റ്, അത് കൂടാണ്ട് ഇച്ചിരി കൂടെ കൂടിയത് മീഡിയം സൈസ്. അത് കഴിഞ്ഞിട്ട് മീഡിയത്തിൽ തന്നെ എ ഗ്രേഡോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസ്കോയിൽ ഇരിക്കണ്ട് ടെയില് മാത്രമായിട്ട്, ടെയിൽ മാത്രം സെറ്റ് ചെയ്തത്. ശരിക്കും അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൽ ടെയിലില് മാത്രമേ ശരിക്കും കഴിക്കാനുള്ളൂ. പിന്നെ ആ കാലിലും ഉണ്ട്. കടിച്ചു പറിക്കാം. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്താ ചെയ്യണ്ടേ? ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കടയുടെ പേര് റെഡ് ലോബ്സ്റ്റർ എന്നാ. കടയുടെ പേര് ലൈവ് ലോബ്സ്റ്റർ ഒക്കെ ഇടണേ. അവിടെ ലോബ്സ്റ്റർ കിട്ടും. ലൈവ് ലോബ്സ്റ്റർ നമ്മൾ കാണിക്കണേന് അപ്പൊ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ അടിച്ച് കൊന്ന് കറി വെച്ച്. ഓക്കെ, എന്നാ അവിടെ ഒരു സംഭവം. സൂട്ടാ ടാറ്റാ ബൈ പറയൂ എല്ലാരോടും. എല്ലാവർക്കും ഇച്ചിട്ട് ചോദിക്കാം, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോന്ന് ചോദിക്കും. ഇഷ്ടായോ? ആയോ ഒന്ന് ചോദിക്കും. ആയോ? ആയെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്യണേന്ന് പറ. ലൈക്ക് ചെയ്യണേന്ന് പറ. ലൈക്ക് ചെയ്യണം. ഇന്ന് ടാറ്റാ ബൈ പറ. അടുത്ത വീഡിയോയിൽ കാണാന്ന് പറ. അടുത്ത വീഡിയോ കാണണ്ട. അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാന്ന് പറ. ഇസൂട്ടാ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ്. ലവ് യു ഗൈസ്. പറ ലവ് യു ഗൈസ്. ബർഗർ അടിച്ചു മാറ്റാൻ വന്നേക്കാം. അപ്പൊ ശരി ഗൈസ്, ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും ഞാൻ വീഡിയോകളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടന്നാ മതിയായിരുന്നു. ഓക്കെ, ടാറ്റ. അമ്മയ്ക്കൊരു വരും. ആ ചൂടാ താഴത്ത്. അമ്മയ്ക്കൊരു വരുമോ? എടി ഡൂബി 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 എടി ഡൂബി.